മുസ്ലിം ലീഗ് മന്ത്രിമാരെ നിർണയിച്ചത് ഏറെ നാടകീയ നീക്കങ്ങൾക്കു ശേഷം. അവസാനഘട്ട ലിസ്റ്റിൽ നിന്നു പി കെ ബഷീറും വി ഇ അബ്ദുൽ ഗഫൂറും പുറത്തായിരുന്നു. പിന്നീട് പി കെ ബഷീറിനായി സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രതിഷേധമുയർന്നു. ലീഗ് പ്രവർത്തകർക്കു പുറമെ ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും വരെ രംഗത്തുവന്നു. ബഷീറിന്റെ പിതാവ് സീതി ഹാജിയെ 91 സമാനമായി സീറ്റ് നിഷേധിച്ചുവെന്നാരോപിച്ചു ലീഗ് പ്രൊഫൈലുകളിൽ പ്രതിഷേധം വ്യാപകമായതോടെ വിഷയം പാണക്കാട് സാദിഖ്ലി ശിഹാബ് തങ്ങൾ ഗൌരവത്തിലെടുത്തു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ജനവികാരം പരിഗണിക്കണമെന്ന് പറഞ്ഞ ലീഗിന് തങ്ങൾക്കെതിരെ ഉയരുന്ന വികാരവും മുഖവിലക്കെടുക്കേണ്ടതുണ്ടെന്ന തോന്നലാണു പി കെ ബഷീറിനെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ കാരണമാക്കിയത്. മലപ്പുറത്തുനിന്നും കൂടുതലും മന്ത്രിമാർ വരുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന തോന്നലാണു ബഷീർ ഉൾപ്പെടെ മുതിർന്ന പല നേതാക്കൾക്കും അവസരം നിഷേധിക്കാൻ കാരണം. ഇതിനു ബദലായി തെക്കന് കേരളത്തിൽ നിന്നും ലീഗിന് ഒരു മന്ത്രി വേണമെന്ന കടുത്ത തീരുമാനമെടുത്തത് പാണക്കാട് തങ്ങള് കുടുംബമാണ്. ഇതിന് സീനിയോറിറ്റിയും മറ്റും പരിഗണിക്കേണ്ടെന്നും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതാവശ്യമാണെന്ന നിലപാട് തങ്ങള് കുടുംബാംഗങ്ങൾ എടുത്തതോടെ കളമശ്ശേരിയിൽ നിന്നും മന്ത്രി പി രാജീവനെ തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തുന്ന അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂറിന് പരിഗണന വന്നത്. മുൻമന്ത്രി വി ടി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ ഗഫൂർ MSFലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച വ്യക്തിയാണ്. ഇതിനു പുറമെ കോഴിക്കോടിന്റെ പ്രതിനിധിയായാണു കോഴിക്കോട് സ്വദേശിയായ KM ഷാജിയെ മന്ത്രിസ്ഥാനത്തേക്ക് ലീഗ് പരിഗണിച്ചത്. എന്നാൽ ഷാജിയെ കോഴിക്കോടിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുതെന്നും ഷാജി വേങ്ങരയിൽ മത്സരിച്ചതിനാല് മലപ്പുറത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും കോഴിക്കോടിന് ഇവിടെ മത്സരിച്ച ഒരാളെ മന്ത്രിയായി വേണമെന്ന ശക്തമായ നിലപാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണു അവസാന നിമിഷം 2.5 വർഷത്തിനു ശേഷം ടേം വ്യവസ്ഥയിൽ കോഴിക്കോട് നിന്ന് പാറക്കല് അബ്ദുല്ലയും മന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. മന്ത്രിമാരാകുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, പി കെ ബഷീർ എന്നിവരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഷംസുദ്ദീന് മലപ്പുറം തിരൂര് സ്വദേശിയാണെങ്കിലും പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേസമയം കാസർകോട് നിന്നു AKM അഷ്റഫിനെ കൂടി പരിഗണിക്കാൻ വലിയ സമ്മർദ്ദങ്ങളുണ്ടായെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കാതെ വന്നു. നേരത്തെ മലപ്പുറം ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരെ മാത്രമേ നിശ്ചയിക്കുകയുള്ളൂവെന്നായിരുന്നു നേതൃത്വം തീരുമാനിച്ചിരുന്നതെങ്കിലും പി കെ ബഷീറിനെ തള്ളിക്കളയാൻ കഴിയാത്തതിനാല് ഈ നിലപാട് മാറ്റുകയായിരുന്നു.